നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു 2-3 ദിവസം മുമ്പ് ഞാനാണ് ഇതേ ചാനൽ കൂടെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത്, കോഴിക്കോട് ജില്ലാ ആ, സമുച്ചയം, അതായത് കോർട്ട് കോംപ്ലക്സിൻ്റെ സമുച്ചയത്തിനകത്ത്, അതിനകത്ത് ജില്ലാ അഡീഷണൽ സെഷൻ ജഡ്ജ് എം ഷുഹൈബ് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ച് അവിടെ ജോലിക്കാരിയായിട്ട് ആ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് സെക്ഷൽ അസോൾട്ട് ആ രീതിയിൽ പെരുമാറുകയും അതിനെപ്പറ്റി ചില മലയാള പത്രങ്ങളിൽ ഒരു ബ്രീഫായിട്ടുള്ളൊരു നോട്ടും, പേര് പറയുന്നില്ല, സംഭവം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു വാർത്ത മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. അതായത് അതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ഷുഹൈബിൻ്റെ പേരും ഫോട്ടോയും ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ബ്രീഫായിട്ട്, കാരണം ആ സമയത്ത് ചെറിയ ബ്രീഫ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ഇത് ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് പല മീഡിയയും ഏറ്റെടുത്തു. എനിവേ, ഹൈക്കോർട്ട് അതിനെപ്പറ്റി ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. ഈ ഷുഹൈബിനെ ആദ്യം ഹൈക്കോർട്ട് വടകര MACT കോർട്ടിലോട്ട് മാറ്റുകയും ഇപ്പോൾ ഹൈക്കോടതി അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരുവാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ അത് കഴിഞ്ഞ് വരാൻ തുടങ്ങി. എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് ജസ്റ്റിസ് ഷുഹൈബ് അന്ന് ഈ പറയുന്ന ഡേറ്റിൽ, ആ ഇൻസിഡൻറ്റ് നടന്ന ഡേറ്റിൽ, അവിടുത്തെ കോടതി എംപ്ലോയീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും നോൺ ജുഡീഷ്യലായിട്ട്, അതായത് ജഡ്ജിമാർ അങ്ങനെയുള്ളവരൊന്നുമല്ല, കോടതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ സ്ത്രീയെ മാത്രം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വിടുന്നില്ല. അതായത് ജസ്റ്റിസ് ഷുഹൈബ് എന്ന് പറയുന്നയാൾ ഡെലിബറേറ്റ് ആയിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെയൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയിട്ട് ഈ സ്ത്രീയെ മാത്രം അവിടെ ഇരുത്തി. കാരണം വളരെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയായിരുന്നു ഇയാളിത് ചെയ്തു. ഒന്ന്. രണ്ടാമത്, ഈ കോഴിക്കോട് ജില്ലാ കോടതി ജഡ്ജി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ കാണിച്ച അലംഭാവം, അതായത് ഞാൻ ഈ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട്, അതായത് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീ തന്നെയാണ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞ് എന്തൊക്കെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് പറയുന്നത്, അവരുടെ സർക്കാരിൽപ്പെട്ട ആൾക്കാരും പറയുന്നത്, ഇവർ പ്രവർത്തിക്കുന്ന നേരെ തലതിരിച്ച. അതായത് എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് ഈ പറയുന്ന ജസ്റ്റിസ് ഷുഹൈബിൻ്റെ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് ആ കോടതിയിലുള്ള സ്റ്റാഫുകൾ പോയി ജില്ലാ ജഡ്ജിയോട് പരാതി പറയുമ്പോൾ ആ ജില്ലാ ജഡ്ജി ചെയ്ത ഏറ്റവും വലിയ മോശമായ സംഭവം, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സംഭവമാണ്, ആ ജില്ലാ ജഡ്ജി ഈ പറയുന്ന അഡീഷണൽ സെഷൻ ജഡ്ജിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതൊരു സ്ത്രീ തന്നെയാണ്. എന്താണ് അവർ ചെയ്തത്? കാരണം ഈ ജഡ്ജിയെയും അവരെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരും കൂടെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ആ ജില്ലാ ജഡ്ജി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും പരാതിയില്ല എന്ന് എഴുതി വാങ്ങി. അതായത് ഈ പറയുന്ന ജഡ്ജിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച്, തെറ്റുപറ്റി എന്ന് പറയിപ്പിച്ച ശേഷം ഈ സ്ത്രീ, അതായത് പരാതിക്കാരിയായ വിക്ടിം എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും പരാതി ഇല്ല എന്നും പറഞ്ഞ് എഴുതി വാങ്ങി. ഇതാണ് ഏറ്റവും വലിയ തെറ്റ് കാണിച്ചിരിക്കുക. അതായത് ജുഡീഷ്യറി, അതായത് ഹൈക്കോർട്ട് ഈ ഒരു ഭാവം കാണുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അപ്പം എന്ത് മെസ്സേജാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഹൈക്കോടതി കൊടുക്കുവാൻ പോകുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് ജില്ലാ അഡീഷണൽ ജഡ്ജി ഷുഹൈബിനേക്കാളും ഏറ്റവും നികൃഷ്ടമായ ജീവി എന്ന് പറയുന്ന ജില്ലാ ജഡ്ജിയാണ്. കാരണം ഒരാൾ കൂട്ടി പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അവരുടെ ചേംബറിൽ രണ്ടുപേരെയും വിളിച്ചു വരുത്തി കോംപ്രമൈസ്. ഇവരാരാ? ഇവർക്ക് എന്തു ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്? അതായത് അവർ കാണിച്ചതാണ് ലാക്ക് ഓഫ് ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ആ സ്ത്രീ, ആ ജില്ലാ ജഡ്ജി, ഇവരാണ് അടുത്ത മൂത്ത് നരച്ചിട്ട് അടുത്ത പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജിയാകാൻ പോകുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, ഇവരാണ് ന്യായാധിപന്മാർ. ഇപ്പോൾ റേപ്പ് കേസ് പോയാലും, മോഷണ കേസ്, കൊലപാതക കേസ് പോയാലും
ഇവരുടെ അടുത്തോട്ടാണ് ഈ കേസുകളൊക്കെ ആദ്യം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ജാമ്യം, ട്രയൽ, ഈ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ജില്ലാ ജഡ്ജിയും ഈ പറയുന്ന കുറ്റവാളിയായ ജഡ്ജിയും, അക്യൂസ്ഡ്, ഈ രണ്ടുപേരും അവർ രണ്ടുപേരും കുറ്റവാളിയാണ് ഈ സംഭവത്തിൽ. ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെൻറ്, കാരണം പ്രൈമ ഫേസിയാണ് ഈ സംഭവം. കാരണം അവിടെയുള്ള എംപ്ലോയീസ് കൂടുന്നു, അവർ പ്രതിഷേധം വെക്കുന്നു. അതിനുശേഷം മാത്രമാണ് ജില്ലാ ജഡ്ജി ഈ രണ്ടു കൂട്ടരെയും വിളിച്ച് ഈ പരിപാടിയും കോംപ്രമൈസും ചെയ്യുന്നത്. ഇവിടെയാണ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇൻ്റർവീൻ ചെയ്തിട്ട് ഈ പറയുന്ന ഈ പറയുന്ന അക്യൂസ്ഡായ ജഡ്ജിയെ സേവ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച ജില്ലാ ജഡ്ജിയെ രണ്ടാം പ്രതിയായിട്ട് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യണം. ഇവിടെ പോലീസൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പോലീസ്, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഇനാക്റ്റീവ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്തത്, FIR ഇടാത്തത്? കാരണം ഇത് ഒരു ജഡ്ജിയാണ് കയറി പിടിച്ചിരിക്കുന്നത്, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസർ. ഈ കോടതിയിൽ ഇനി മറ്റുള്ളവർ സ്ത്രീയാണ്, വിക്റ്റിമാണെങ്കിൽ ഇതേപോലുള്ള കേസുമായിട്ട് എങ്ങനെ പോകാൻ പറ്റും? അതിനെ സംരക്ഷിക്കാൻ ഒരു ജില്ലാ ജഡ്ജി ഇരിപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇവിടെ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പറയുന്ന വിക്റ്റിമായ സ്ത്രീക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഉറപ്പായിട്ടും എത്രയോ പേർക്ക് ഞാൻ എത്രയോ പേരോട് സംസാരിച്ചു അവിടെ ടെലിഫോണിൽ, ഈ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല എംപ്ലോയീസിനോട് സംസാരിച്ചു, ലോയേഴ്സിനോട് സംസാരിച്ചു, അവിടെ സീനിയർ ലോയേഴ്സിനോട് സംസാരിച്ചു. ഇപ്പം എല്ലാവർക്കും ഈ വസ്തുത അറിയാം, ഈ സംഭവം ഇങ്ങനെ ഉണ്ടായി. അപ്പം എല്ലാവരും ഒരേപോലെ കുറ്റം പറയുന്നത് ജില്ലാ ജഡ്ജിയാണ്. അപ്പം ഇവിടെ ഗവൺമെൻറ് ആക്ഷൻ എടുക്കേണ്ടത്, ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യണം. അത് സെക്ഷൽ അസോൾട്ട് കേസ് തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതായത് പുതിയ നിയമത്തിൽ. കാരണം എന്താണ് പുതിയ നിയമം പറയുന്നത്? ചെയ്ത ശേഷം ഈ ജില്ലാ ജഡ്ജിയെ രണ്ടാം പ്രതിയാക്കണം. കാരണം അവരാണ് ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത്. അവരെ രണ്ടാം പ്രതിയാക്കി, ഷുഹൈബിനെ ഒന്നാം പ്രതിയാക്കി ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഹൈക്കോടതി ആവശ്യപ്പെടുന്ന ആ ജില്ലാ ജഡ്ജിയോട് പെർമനൻ്റ് ആയിട്ട് റിട്ടയർമെൻ്റ് എടുക്കാൻ, അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇതാണ് മെസ്സേജ് കൊടുക്കേണ്ടത്. അല്ലാതെ ജില്ലാ കോർട്ട് സമുച്ചയത്തിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഇഷ്യൂ കത്താനുണ്ടായ കാരണം എന്തുവാ? ഞാൻ ഈ ഷുഹൈബിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അയാളുടെ പേരും നടന്ന ഇൻസിഡൻറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആയത്. അല്ലെങ്കിൽ ഇത് അപ്പോഴും ഇത് തളർന്നു പോയേനെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബനാന റിപ്പബ്ലിക് അല്ല, അല്ലാതെ ഒരു രാജാവോ അങ്ങനെയുള്ളവർ ഭരിക്കുന്ന രാജ്യം, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജുഡീഷ്യറിക്ക് റോളുണ്ട്. അതായത് ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സംഭവമാണ് ഉണ്ടായത്. രണ്ട് ചെങ്ങലയാണ്. ഈ ഷുഹൈബ് ആണെങ്കിലും അഡീഷണൽ ജില്ലാ ജഡ്ജി ആണെങ്കിലും അപ്പുറത്തിരിക്കുന്ന ജില്ലാ ജഡ്ജി. ഇവർക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഹൈക്കോർട്ട് പിന്നെ എന്ത് പുല്ല നിങ്ങൾ ചെയ്തോട്ട്, നിങ്ങൾ പിന്നെ എന്തോ മോണിറ്റർ ചെയ്യുന്നേ? എൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ തെറ്റ് കാണിച്ചവരെ സംരക്ഷിച്ച ജില്ലാ ജഡ്ജിക്കെതിരെ ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഇവർ നാളെയോ കുറച്ച് കഴിയുമ്പോൾ അടുത്ത് ഹൈക്കോടതി ജഡ്ജാവും. അപ്പം ഇതേപോലെയുള്ളവർ ഹൈക്കോടതി ജഡ്ജ് ആയാലുണ്ടാകുന്ന സാഹചര്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ എന്ത് ജസ്റ്റിസാണ് കിട്ടിയത്? നമ്മളെല്ലായിടത്തും ഈ കോർട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ജസ്റ്റിസിന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ ജസ്റ്റിസ് അല്ല, ജസ്റ്റിസ് ഡിനൈഡ് കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ജില്ലാ ജഡ്ജ്. അവർക്കെതിരെയാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഞാൻ പറയുന്നത്, വീണ്ടും ആവർത്തിക്കുന്നു, അഡീഷണൽ സെഷൻ ജഡ്ജി ഷുഹൈബിനേക്കാളിലും ഏറ്റവും മോശമായിട്ട് പ്രവർത്തിച്ചത് അവിടുത്തെ ജില്ലാ ജഡ്ജിയാണ്. അവരൊരിക്കലും ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. അവരോട് എത്രയും വേഗം ഹൈക്കോർട്ട് ആവശ്യപ്പെട്ടിട്ട് നിർബന്ധിതമായിട്ട് അവർ റിട്ടയർമെൻ്റ് എടുക്കണം. അവരെ ഒരിക്കലും ആ പോസ്റ്റിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിപ്പം അവിടെ ഇപ്പം കോർട്ടിൻ്റെ വന്നിട്ടുണ്ട്, അതായത് അവിടുത്തെ സ്റ്റാഫ്, കോർട്ടുമായിട്ട് ബന്ധപ്പെടുത്ത എത്രയോ ആൾക്കാർ വരും, സ്ത്രീകൾ വരും. അവിടുത്തെ ലോയേഴ്സായിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട്. എൻ്റെ പോയിൻ്റ് വളരെ പ്രിസൈസാണ്. ഇവർക്ക് എന്ത് സംരക്ഷണമാണ് ഈ കോടതി കൊടുക്കാൻ പോകുന്നത്? ഇതേപോലെയുള്ള സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാത്ത ജില്ലാ ജഡ്ജ് അവരെന്ത് സംരക്ഷണമാണ് വാഗ്ദാനം ചെയ്യാൻ പോകുന്നത്?
അതായത് ഇതൊരു ബനാന റിപ്പബ്ലിക്കാണ് സംഭവം. ഇതാണോ ഈ ജഡ്ജ് ഉദ്ദേശിക്കുന്നത്? അപ്പം പല ആൾക്കാരും, ഞാൻ പല പത്രക്കാരോടും ചിലരോടൊക്കെ വിളിച്ചു ചോദിച്ചത്, ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ പേര് കൊടുക്കാഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കത് കൊടുക്കാൻ ചില പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നീട് ഞാൻ അറിയാൻ സാധിച്ച മലയാള പത്രങ്ങളിൽ ഇവിടുത്തെ ജഡ്ജിമാരും ഇവിടുത്തെ മീഡിയയുമായിട്ട് ഒരു അൺഹോളി റിലേഷൻഷിപ്പുണ്ട്. അൺഹോളി ഉണ്ട്, കാരണം ഇല്ലീഗലായി ഇലിസിറ്റ് റിലേഷൻഷിപ്പാണ് ഇത് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈ ജഡ്ജിമാരുമായിട്ട് സംസാരിച്ച് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ അത് പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പല ജഡ്ജിമാരും, ഒരു ഹൈക്കോടതി ജഡ്ജ് ഒരു സുഡാപ്പി ജഡ്ജിനെ പറ്റി പറയാം. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഈ പത്രക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് പത്രക്കാരോട് പറയും എന്താണ് ജഡ്ജ്മെൻറ്റ് എഴുതാൻ പോകുന്നത്. ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ കൃത്യമായിട്ട് ഒരാളല്ല പല ആൾക്കാരും പറഞ്ഞു. അയാൾ എന്നെ ഒത്തിരി തുറയൊക്കെ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ അറിയാം. ഞാൻ അയാളെ പറ്റി വീഡിയോ ചെയ്ത് പിന്നെ വീണ്ടും ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, ആ ടോപ്പിക്ക് ഞാൻ കളയാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ജഡ്ജിമാരുടെയും പത്രക്കാരുടെയും ഒരു അൺഹോളർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയ, അതായത് ഞാൻ കൂടെ ഇൻവോൾവായ മീഡിയ, ഇതിന് പബ്ലിക്കുമായിട്ട് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇതേപോലെ ജില്ലാ ജഡ്ജ് സേവ് ചെയ്യാൻ ശ്രമിച്ചു. ഇതേപോലെ വളരെ ക്രൂവലായിട്ടുള്ളൊരു അക്യൂസ്ഡ് ജഡ്ജ്, അയാൾ സെക്ഷൽ അസോൾട്ടിൻ്റെ മെയിൻ കണ്ണിയാണ്. കാരണം അയാളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഡെലിബറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് മെസ്സേജാണ് ഗവൺമെൻറ്, അതായത് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത സംഭവം, സുപ്രീം കോർട്ടിൻ്റെ പല ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇതേപോലുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആരെങ്കിലും ഒരു സ്ത്രീയോ ആരെങ്കിലും ഇതേപോലെ ബന്ധപ്പെട്ട് ഉയർന്ന തസ്തികയിലുള്ള ജഡ്ജിമാർക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ അത് കാരണം ഇവർക്ക് കാരണം ഇന്ത്യയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് ഭയമാണ്. ആരൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, കാരണം ഇവരൊക്കെ പവർഫുൾ ആണല്ലോ. ഇങ്ങനൊരു ധാരണയാണ് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും പിന്മാറിപ്പോകും. ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ 100ഓളം ജഡ്ജ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പരാതിയില്ലെങ്കിലും കേസെടുക്കണം. കാരണം അവർ പരാതിപ്പെടാൻ പേടിയായിരിക്കും. കേസെടുക്കണം, കേസെടുത്ത് ട്രയലിന് പോകണം. ഇവിടെ ഉണ്ടാകേണ്ടത് കേരള പോലീസ് ഇയാൾക്കെതിരെ ഈ പറയുന്ന ജില്ലാ ജഡ്ജിയെ 2ാം പ്രതിയായിട്ട് കേസെടുത്തിട്ട് ഫ്രീ ആൻഡ് ഫയർ ട്രയൽ, അവരത് പ്രൂവ് ചെയ്യട്ടെ. അവർ എന്താണ് സംഭവം, സത്യമാണോ അല്ലയോ, എന്താണ് സംഭവിച്ചത്. അതായത് അതിൻ്റെ അകത്തും ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ, കാരണം 2 പേര് ജഡ്ജാണ്, ഈ 2 പ്രോസിക്യൂട്ടേഴ്സ് അവരുടെ സൈഡിൽ, കാരണം ഫ്രീ ആൻഡ് ഫയർ ആയിട്ട് ട്രയൽ അങ്ങ് നടത്തണം. കുറ്റവാളിയാണെങ്കിൽ 2 പേരെയും, കാരണം 20 വർഷം കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്ന് കോൺസ്പിറസി, കാരണം ഇത് മൂടി വെക്കാൻ ശ്രമിച്ച തെറ്റ്, മറ്റേത് സ്റ്റേറ്റ് അക്യൂസ്ഡ് ആണ്. കാരണം ഇവിടുത്തെ സെക്ഷൽ അസോൾട്ട് ലോ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ഉറപ്പായിട്ട് ഈ 2 പേരെ പുറത്താക്കിയിട്ട് ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് കേസ് FIR ഇട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം. അകത്തിട്ടേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ ഒരു സാധാരണക്കാരന് ജസ്റ്റിസ് കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അതാണ് സർക്കാർ കൊടുക്കേണ്ട മെസ്സേജ്. അല്ലാതെ ഒരു സെഷൻ ജഡ്ജ് കാണിച്ചു, അതിനെ ഒതുക്കാൻ വേണ്ടി ഒരു ജില്ലാ ജഡ്ജ്, ഹൈക്കോർട്ട് കുറച്ച് ഷാഡോ കൈൻഡ് ഓഫ് ആക്ഷൻ എടുക്കുന്നു. ഇതിന് മെസ്സേജ് അല്ല. ഇവിടെ ഹാർഡായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് അങ്ങോട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ജഡ്ജിമാർക്കും അതിലിതാക്കിയതാണ്. കാരണം പിന്നെ അവൻ 4 പ്രാവശ്യം ചിന്തിക്കും, അവൻ്റെ പേര് നാളെ പൊങ്ങി വരും. ഇതാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ട ഗവൺമെൻറ്റും ഹൈക്കോർട്ടും ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.